ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥാനഭാവം എന്ന് പറയുമ്പോൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഉച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഓംകാരമുറങ്ങുന്ന അതിശ്രേഷ്ഠമായ സന്നിധിഭാവം. അത്രയധികം ഭക്തജനങ്ങളാൽ വൃശ്ചികകാല ദിനഭാവങ്ങൾ 12 വിളക്കുവരെയുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള വൃശ്ചികരാവുകൾ ശ്രദ്ധേയമാക്കണ ഭഗവാന്റെ തിരുസന്നിധി അത്ര മനോഹരമാണ്. എത്ര ഭക്തജനസഹസ്രങ്ങളാണ് ഇവിടെ ഭഗവാനെ ഒരു നോക്ക് ദർശിക്കുവാനായിട്ട് എത്തിച്ചേരുന്നത്. കൂടാതെ നയനാരബിന്ദങ്ങൾക്ക് ശ്രദ്ധയെ ആകർഷിച്ചെടുക്കുവാനുള്ള കച്ചവട പരമായിട്ടുള്ള ഒട്ടേറെ ദ്രവ്യങ്ങളും കൗതുകപരമായ ഒട്ടേറെ കാഴ്ചകളും അതേപോലെ തന്നെ യഥേഷ്ടം കണ്ണും കാലും കയ്യും ഒക്കെ ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് പരബ്രഹ്മസന്നിധിയിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സന്നിധി. മനുഷ്യനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇല്ലാതാകുന്ന ആ ഒരു കർമ്മമണ്ഡലമാണ് 36 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മസന്നിധി. ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു കൈലാസ ശൃംഗത്തിൽ എത്തിയ മാതിരി അത്ര ആനന്ദഭാവത്തിലും അതേപോലെ തന്നെ ഈ മനുഷ്യജന്മം കൊണ്ട് ദുരിതമനുഭവിക്കണ ഒട്ടേറെ സജ്ജനങ്ങളുടെ അവസ്ഥകളും ഒക്കെ കാണുവാൻ സാധിക്കണം ഒരു പുണ്യഭൂമി. കൂടാതെ പല വിധാനത്തിലുള്ള ആഭിചാരക്രിയകൾ മൂലം ദോഷമനുഭവിക്കുന്നവർക്ക് അത് മാറുന്നതിനും അതേപോലെയുള്ള കർമ്മതലങ്ങൾ നേരിട്ട് നമുക്ക് ദൃശ്യമാകുന്ന സന്നിധിയാണ്. നിങ്ങളെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. അത്ര വർണ്ണമനോഹരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ദർശന അനുഭവം തരിക. കാരണം ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആലയഭാവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് വീഡിയോയിൽ കൂടി. ഉണ്ടിക്കാവും, പിന്നെ ഭഗവാൻ ക്ഷേത്രമില്ലാതെ വസിക്കണ ഭൂമിഭാവവും വൃക്ഷലതാദികളാൽ തിങ്ങി നിറഞ്ഞ ഒരു മനോഹര സന്നിധി. ഏതൊരു മനുഷ്യനും അവൻ്റെ പരമമായ ആത്മതലങ്ങളിൽ ഭഗവാന്റെ ചൈതന്യഭാവത്തെ ശ്രവിക്കുവാൻ ഉച്ചിറ തിരുസന്നിധി അണയണമെന്ന ദോഷദുരിതങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനുള്ള രൂപങ്ങളും അതേപോലെ തന്നെ ഉച്ചിറ കാളയും ഋഷഭവാഹനൻ. എന്ത് മനോഹാരിതയാണ് ഭഗവാന്റെ തിരുസന്നിധി. എത്ര വർണ്ണിച്ചാലും എത്ര അതിനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് ഈ വാക്യങ്ങൾ എത്തിച്ചാലും പരമമായ ആ തേജസ് എത്രത്തോളമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ജനലക്ഷങ്ങളുടെ ജീവിതമാകുന്ന കണ്ണീർ കയത്തിൽ ദുരിതമനുഭവിച്ച് ആ ദുരിതങ്ങളിൽ നിന്ന് നിർവൃതി നേടുവാൻ ഭഗവാന്റെ തിരുസന്നിധിയാണ് ഞാൻ 12 വിളക്ക് വരെയുള്ള രാവുകളും പകലുകളും ഭഗവാന്റെ ആലയത്തിൽ സന്നിഹിതരായി ഭഗവാന്റെ പ്രസാദങ്ങളെ ഏറ്റുവാങ്ങി യഥേഷ്ടം സജ്ജനങ്ങൾ ഇവിടെ പാർക്കണം. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, യാതനകൾ ഇവയെല്ലാം മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടാണ് ഈ ഓരോ സജ്ജനങ്ങളും ഈ സന്നിധിയിൽ ഇവിടെ ചെലവാക്കുന്നത്.
കുട്ടികളുടെ വിനോദ അഭാവങ്ങളിലേക്കുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നല്ല രസകരമായ കാഴ്ചകളിലൂടെ വർണ്ണമനോഹരമായ കീർത്തന ജപ ഭാവങ്ങളുടെ അതേപോലെ തന്നെ ഭക്തിയുടെ ഒരു ഈറ്റില്ലം തന്നെയാണ് ഉച്ചിറ ഓംകാരമുറങ്ങണ പരബ്രഹ്മസന്നിധി. വന്നെത്തിച്ചേരുന്ന സജ്ജനങ്ങളിലെല്ലാം നിർവൃതിയും അതുപോലെ തന്നെ സർവ ഐശ്വര്യഭാവങ്ങളും നിറഞ്ഞു തുളുമ്പി നിൽക്കണ സാക്ഷാൽ മഹേശ്വരൻ്റെ പുണ്യഭൂമി. ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതൊരു പ്രാവശ്യം മനസ്സിന് ആനന്ദചിത്തത്തെ ആറാടിക്കുവാൻ മനുഷ്യായുസ്സിൽ കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യമാണെന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ഭഗവാന്റെ തിരുസന്നിധി അണയുവാൻ സാധിക്കുകയില്ല. അത്ര മനോഹാരിത നിറഞ്ഞ ഈ സന്നിധിയിൽ നമ്മളുടെ ദുഃഖങ്ങളൊന്നുമല്ല എന്ന് ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നു. നമ്മളുടെ ദുഃഖങ്ങളെല്ലാം അതിനേക്കാളും വലിയ ദുഃഖഭാവങ്ങളിൽ പെട്ടുഴലുന്ന മാനുഷിക ജീവനുകൾ ഇവിടെയുണ്ട് എന്ന് ഭഗവാൻ ഈ മണ്ണിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം നമ്മളിൽ ആനന്ദത്തെ ധന്യമാക്കണ ഒട്ടേറെ വിശേഷതകൾ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ എത്തി ഇവിടവുമായിട്ട് കൂടിച്ചേരുമ്പോൾ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണവർഗ വിവേചനങ്ങളില്ല. ക്രൈസ്തവ സഹോദരങ്ങളാലും മുസ്ലിം സഹോദരങ്ങളാലും അതേപോലെ പല വർണ്ണങ്ങളിൽ നിന്ന് വന്ന സജ്ജനങ്ങൾ ഇവിടെ ഒരമ്മ പെറ്റ മക്കളെ പോലെയും പരബ്രഹ്മസ്വരൂപിയുടെ തിരുമുമ്പിൽ സർവ ഭിക്ഷാന്തേഹിയായി വസിക്കണ കാഴ്ച എത്ര മനോഹരമാണ്. അമ്പലമില്ലാതെ ക്ഷേത്രമില്ലാതെ വസിക്കണ ഭഗവാന്റെ ജടാമുഖരങ്ങളിൽ ഒരു ദിനം നമ്മൾ അവിടെ വസിക്കുകയാണെങ്കിൽ ഒരു യുഗം വസിച്ചതിന് തുല്യമാകും. സർവപാപങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും ജഗത്പിതാവായ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ വാങ്ങുവാനും ആദി ഗുരുവായിരിക്കുന്ന ഭഗവാൻ, ദക്ഷിണാമൂർത്തി സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ കല, കായികം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും എല്ലാവിധ ചൈതന്യവും നമ്മളിലേക്ക് അനുഗ്രഹിച്ച് നൽകണ പുണ്യസങ്കേതം എന്ന് തന്നെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിസ്തൃതമായ ഈ സന്നിധി സഹസ്രലക്ഷങ്ങൾ വന്ന് തങ്ങളുടെ പ്രാർത്ഥന ചെയ്തു പോകുമ്പോൾ അവരുടെ മനസ്സിൽ മറ്റൊരു പൂർണ്ണമായ സൂര്യചന്ദ്രന്മാർ ഉടലെടുക്കുകയായി ആത്മാവിഷ്കാരത്തിൻ്റെ സർവലാളനകളുടെ പുണ്യസങ്കേതം. ഒരമ്മ മകനെ എങ്ങനെയാണോ വളർത്തണേ ആ ഒരനുഭവം പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഏകവിധാനം സ്വാതന്ത്ര്യപരമായിട്ടുള്ള കർമ്മതലങ്ങളിലൂടെ യഥേഷ്ടഭാവങ്ങളിൽ നമുക്ക് വിഹരിക്കുവാൻ പറ്റണ ഈ പുണ്യഭൂമി പോലീസ് മേധാവികളുടെയും അതേപോലെയുള്ള സംരക്ഷകരുടെയും ഒട്ടേറെ നേതൃത്വത്തിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടുളവാകാതിരിക്കുവാനുള്ള സംരക്ഷണ പദ്ധതികൾ പരബ്രഹ്മ ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് അതീവ നിർവൃതിയോടുകൂടി തന്നെ അനുഷ്ഠിച്ചിരിക്കുന്നു. അത്ര പരിപാവനവും പരിപൂരിതവുമായ ഭഗവാന്റെ തിരുസന്നിധി അണയുവാൻ നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു അനുഭവം എത്ര മനോഹാരിതയാണ്.
അകവൂര് ഇല്ലത്തിലെ തിരുമേനിക്ക് ചാത്തൻ എന്നു പേരായ ഒരു ദാസനുണ്ടായിരുന്നു. എല്ലാ കർമ്മങ്ങളും ചാത്തനിലൂടെയാണ് അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ചാത്തനില്ലാതെ എങ്ങും പോകുകയില്ല. അന്നേരം ഇല്ലത്തിൽ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പൂജകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ ചാത്തനിത് ദർശിക്കുവാനുള്ള ഒരു അവസരം ഉളവായി. അലയോ തിരുമനസ്സേ, എന്താ അങ്ങ് ഈ അനുഷ്ഠിക്കണത്? അത് പരബ്രഹ്മ പൂജനമാണ്. അതെങ്ങനെയാണ്? എന്നെയും കൂടി ഒന്ന് പഠിപ്പിക്കാമോ? അക്ഷരാഭ്യാസമില്ലാത്ത, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഒട്ടൊരുവിധം ഉച്ചരിക്കുവാൻ സാധിക്കാത്ത ചാത്തന് എങ്ങനെയാണ് ഈ ഒരു കാര്യം ഓതിക്കൊടുക്കുക എന്നുള്ളത് തിരുമേനിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു ചിന്തനം വരികയാണ്. എങ്കിലും അദ്ദേഹം തൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി, ചാത്തന മന്ത്രദീക്ഷ കൊടുത്താൽ പ്രയോജനകരമാകുമോ? പക്ഷേ എന്തുകൊണ്ടോ തിരുമേനിക്ക് തോന്നിയില്ല. അത് തന്നെ പറയാം. ഇനി തന്നേക്കാളും കൂടുതൽ അറിവിൽ കേമനായി തീർന്നാലോ? ഈ ഒരു ചിന്തയും ഉളവാകാം. സ്വാഭാവികമായിട്ട് മനുഷ്യകുലമല്ലേ. അന്നേരം ഏത് വിധാനത്തിലും അദ്ദേഹത്തിന് തൊട്ടടുത്ത നാടുകളിലും ചാത്തം വരുമ്പോൾ പരബ്രഹ്മ പൂജനം ചെയ്തുകൊണ്ടിരിക്കുക തിരുമനസ്സ്. പക്ഷെ തനിക്കായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാൻ പറഞ്ഞപ്പം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുക. എന്താ ഇപ്പം അതിനെ ചെയ്യുക? അന്നേരം തിരുമേനിയേ, എന്തൊക്കെയുണ്ട് വിശേഷം? അടിയൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞു തരികയില്ല, അല്ലെങ്കിൽ അത് പഠിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണോ തീരുമാനം എന്ന് ചോദിക്കുക. അന്നേരം പറഞ്ഞു, ഡോ ചാത്ത, ഇത് പഠിപ്പിക്കേണ്ടുന്ന വിധാനങ്ങളൊക്കെ എന്ന് പറയുന്നേ ഒട്ടേറെ മന്ത്രശക്തികളുടെ ഒരു പരിപൂർണതയാണ്. അത് നിനക്ക് എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നീ ഗ്രഹത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് നിലവിളക്കൊക്കെ അങ്ങോട്ട് കൊളുത്തിയിട്ട് ഓം മടം പൊത്തായ സ്വഹ എന്നങ്ങോട്ട് ചൊല്ലുക. അതിനെ ചോദിച്ചു, ഈ മടം പൊത്ത് എന്ന് പറയുന്നതാണോ പരബ്രഹ്മം? അതേ, നീ കണ്ടിട്ടില്ലേ നമ്മുടെ വയലിലകളിലെല്ലാം ഉഴുതുമറിക്കണ ആ പോത്തിനെ കണ്ടിട്ടില്ലേ? അന്നേരം അത് തന്നെ ഭഗവാന്റെ ആ രൂപം. ഇങ്ങനെ ചാത്തനെ പകുതി അങ്ങട് കളിയാക്കണ സ്വരൂപഭാവത്തിൽ തിരുമനസ്സങ്ങട് പറഞ്ഞു വിടുകയാണ്. അന്ന് മുതൽ ചാത്തൻ അങ്ങട് തന്നെ നിഷ്കാമമായ ഭക്തി അങ്ങട് പ്രയോഗിച്ചു എന്നുള്ളതാണ്. വളരെ സുന്ദര ഭാവത്തിലാണ് ഈ കർമ്മങ്ങൾ ചാത്തനിൽ നിന്നും ഉളവായത്. പ്രതീക്ഷിച്ചതിനേക്കാളേറെ ഫലമാണ് ചാത്തന് അതിലൂടെ വന്നു ചേർന്നത്. കാരണം എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണ ഭാവത്തിലും മനസ്സിൽ ശുദ്ധി ഉളവായാൽ, അല്ലെങ്കിൽ മനഃശുദ്ധി ഉളവായാൽ കൃത്യമായിട്ട് ഭഗവാൻ അവിടെ ഉളവാകും, അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം വന്നു ചേരും. സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ അങ്ങനെയാണ് സാഹചര്യം ഉളവായത്. എന്താ, ചാത്തനങ്ങട് ഓം മാഠൻ പൊത്തായ സ്വഹ എന്നങ്ങട് പറഞ്ഞ് ഉച്ചരിക്കുന്നതിന് മുമ്പ് കൊമ്പുകുലുക്കിതാ വരണോ ആരാ? ഒരു സ്വരൂപഭാവം ഭഗവാന്റെ കർമ്മതലത്തെ എങ്ങനെ വിശേഷിപ്പിക്കുക എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അന്നേരം അതിനെ കണ്ട മാത്രമേ ഞാനങ്ങോട്ട് വിളിച്ചില്ല, അതിനു മുമ്പ് നീ ഇങ്ങോട്ട് പോന്നോ? അന്നേരം എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ ആ തിരുമേനിയുടെ അടുക്കൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥേഷ്ടം നല്ല
രീതിയിൽ നിനക്ക് കൊഴുത്ത് തടിച്ച് സുന്ദര കുട്ടപ്പനായി മാറാം എന്നൊക്കെ ഭാഷ്യം പറഞ്ഞെങ്കിലും ചാത്തൻ്റെ മുമ്പിൽ നിന്ന് പോത്തു മാറാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അനുദിനങ്ങളിലുള്ള കർമ്മതലങ്ങളിൽ ഒരു ദിവസം തിരുമേനി വിളിച്ചു, ചാത്താ നമുക്കൊരു ഇച്ചിരി ഇടം വരെ പോകണം, കുറച്ച് ദ്രവ്യങ്ങളൊക്കെ കരുതി കൂട്ടണം, കാരണം പോകുന്ന വഴി യഥേഷ്ടം ദൂരമുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് ഈ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ വാഹനങ്ങളില്ലാത്ത കാലം, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക, പിന്നെ പോകുന്ന വഴിയിൽ ഭോജനം ചെയ്യുവാനുള്ള ദ്രവ്യങ്ങൾ എടുക്കുക, പിന്നെ വസ്ത്രാദികൾ എടുക്കുക, ഇതൊക്കെ അങ്ങോട്ട് ചാത്തൻ ശ്രദ്ധയോടുകൂടി എടുത്തുകൊണ്ട് തിരുമേനിയും ചാത്തനും കൂടി ഇങ്ങനെ യാത്ര പുറപ്പെടുക. യാത്ര പുറപ്പെടുന്ന ഭാവത്തിൽ ചാത്തൻ പിന്തിരിഞ്ഞ് നിന്ന് ആരോടോ സംസാരിക്കണത് കേൾക്കുവാൻ ഇടയായി. ചോദിച്ചു, അല്ലയോ ചാത്ത, നീ ആറടുക്കിലാണ് സംസാരിക്കണത്? തിരുമേനി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ പരബ്രഹ്മമുണ്ട്, പുള്ളിക്കാരൻ എന്നെ വിട്ടു മാറണില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കൊമ്പ് കുലുക്കി ഇങ്ങനെ വരിക. അന്നേരം ഇവന് മാടമ്പൊത്തായ നമ എന്ന് ചൊല്ലി മനസ്സിൽ ദൂഷ്യവശങ്ങൾ വല്ലതും വന്നു ചേർന്നു എന്നുള്ളൊരു ചിന്തയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ വിഷാദം, മാനസിക രോഗമെല്ലാം വന്നു ചേർന്നോ എന്നൊരു ചിന്തയിലേക്ക് കിടക്കുക. എന്തായാലും ശരി, വീണ്ടും അങ്ങോട്ട് നടക്കുക തന്നെ. നടന്ന് കുറേ ദൂരം പോയപ്പോഴാ പറയാ, അതാണ് എൻ്റെ കയ്യിൽ നല്ല വട്ടിയുണ്ട് കേട്ടോ, ഞാൻ ഒരൊറ്റ പിഴ അങ്ങോട്ട് വെച്ച് തന്നു കഴിഞ്ഞാൽ നല്ല ശരീരവേദനയായിരിക്കും നിനക്ക് അനുഭവവേദ്യമാകുക, അതുകൊണ്ട് നീ വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കോളൂ. ചാത്ത, ഇത് ആറെടുക്കലാണ് നീ ഈ ഭാഷ്യം. അന്നേരം പറഞ്ഞു, അങ്ങ് കാണാനില്ലേ ആണ്ടെ ഇവിടെ എൻ്റെ പിറകിലായിട്ട് നിൽക്കണ ആ സ്വരൂപഭാവത്തെ. അന്നേരം 1-2 തവണ തിരുമേനി സൂക്ഷിച്ചൊക്കെ നോക്കി കാണാനില്ല. പിന്നീട് ആ തിരുമേനിക്ക് മനസ്സിലായത് എന്തോ അതിന് ചാത്തനെ സ്പർശിച്ചുകൊണ്ടൊന്നും നോക്കാം. അങ്ങനെ നോക്കിയ മാത്രയിൽ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശങ്കരൻ അങ്ങട് ഒരു മാടപ്പോത്തായിട്ട് ചാത്തൻ്റെ കൂടെ കൂടിയിരിക്കുക. ഒട്ടും കളിച്ചില്ല, ഒരു പൊൻപണം അങ്ങോട്ട് കൊടുത്തു ചാത്തൻ്റെ കയ്യിൽ. എന്നിട്ട് ആ സ്വരൂപത്തെ അങ്ങോട്ട് മേടിക്കാം എന്ന് ധരിച്ചു തിരുമനസ്. പക്ഷേ ഭഗവാനെ വിലക്കെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അടുത്തുള്ളൊരു സ്ഥാനഭാവത്തിലേക്ക് ആളങ്ങ് ഓടിക്കേറി എന്നാണ് ശാസ്ത്രം കൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ഉണ്ടിക്കാവ് എന്നുള്ള നാമധേയം വന്നു ചേർന്നത്. ഞാൻ ചാത്തൻ്റെ അടുക്കൽ തിരുമേനി ചോദിച്ചു, എവിടെ ആളിനെ കാണാനില്ല? അന്നേരം പറഞ്ഞു, ചാത്തൻ പറഞ്ഞു, സംശയമൊന്നുമില്ല, താണ്ട ആ ഉണ്ടിക്കാവിലുണ്ട്. ഈ ചാത്തൻ പറയുകയാണ്, ഉണ്ട് ഈ കാവിൽ ആരാ? പരബ്രഹ്മസ്വരൂപിയായിരിക്കണം ഭഗവാൻ. പക്ഷെ തിരുമേനിക്ക് നോക്കിയിട്ട് കാണുവാനും സാധിച്ചില്ല. അങ്ങനെ അന്ന് മുതൽ അതീവ ചൈതന്യവത്തായിട്ട് ഭഗവാൻ അവിടെ വിരചിതമായിട്ട് അങ്ങോട്ട് വസിക്കുവാൻ തുടങ്ങി. തന്നെ സ്നേഹിച്ചു വരുന്ന, അല്ലെ തന്നെ കാക്ഷിച്ചു വരുന്ന സജ്ജനങ്ങൾക്ക് മോക്ഷവും മുക്തിയും സർവഭോഗങ്ങളും ലഭ്യമാകുവാൻ പരബ്രഹ്മമൂർത്തിയായിട്ട് അങ്ങോട്ട് കുടിയിരിക്കുകയാണ്. ഈ തിരുമണ്ണിൽ വന്നു ചേരുന്ന ഒരു സജ്ജനത്തിനും യാതൊരു സംശയമില്ല, ആ മണ്ണൊരിക്കലും അവരെ വിസ്മരിക്കുകയില്ല. ജീവിത ക്ലേശങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും മോക്ഷഗതിയെ ലഭ്യമാക്കുവാനും അതോടൊപ്പം സർവഭോഗങ്ങളും സൃഷ്ടികർമാദികളിലൂടെയുള്ള എല്ലാ വിധാനങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ മനുഷ്യന് അത്യുത്തമമാം ഒരു മഹാ കൈലാസം ഭൂമിയിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാന്റെ തിരുമണ്ണ്
അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഉളവാകണ ആ സന്തോഷമൊന്നും എത്ര വർണ്ണിച്ചാലും അസാധ്യമാണ് പൂർണ്ണമാക്കുവാൻ. അന്നേരം എല്ലാവരും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും ഈ 12 വിളക്കിനോടനുബന്ധിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള ഒരു മനസ്സും ഒക്കെ ഉളവായാൽ വളരെയധികം അവരവരുടെ ജീവിതം ഭംഗികരമാകും എന്ന് എൻ്റെ മനസ്സിൻ്റെ അകക്കാമ്പിൽ നിന്നുള്ള കർമ്മതലങ്ങളാൽ, അനുഭവതലങ്ങളാൽ വർണ്ണിക്കുകയാണ്. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ ഒട്ടേറെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിലെത്തിച്ചേരുന്നതാണ്. അതിനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.
ഔഷധ ഗുണമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. കരളിലെ പ്രവർത്തനം സുഗമമായി നടത്തുവാൻ, മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന പദാർത്ഥത്തിന്റെ ഉത്പാദനം തടയുവാൻ, ശരീരത്തിലെ പല അണുബാധകൾ തടയുവാൻ, യൂറിൻ ഇൻഫെക്ഷൻ, ദഹന പ്രശ്നങ്ങൾ അധികാരികൾ സ്ഥാപിച്ചിരിക്കുന്ന നോ പാർക്കിംഗ് ബോർഡിന്റെ സമീപ
ഒരു വംശത്തിൽ പിറന്നു വളർന്നു ഒരു ശാസ്ത്രത്തിൽ അറിവില്ലേ ീരനെ